ഇന്ന് നേരത്തെ എത്തിയില്ല. നീ ലേശം വറ്റും വെള്ളം ഇങ്ങെടുക്ക്. ഉച്ചക്ക് കഞ്ഞി കുടിച്ചിട്ടില്ല. ഓ, അപ്പൊ ഇന്നും പണിക്ക് പോയിട്ടില്ലല്ലേ? അച്ഛൻ മുട്ടായി കൊണ്ടുവന്നിനോ? ഇല്ല മോനെ, അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലടാ. മോൻ തിന്നോ? ആരുടെ ഇച്ചിലൊന്നും എന്റെ മോൻ തിന്നണ്ട. കള്ളും കുടിച്ച് ചീട്ട് കളിച്ച് കണ്ടതൊക്കെ തിന്നതിന്റെ ബാക്കിയായിരിക്കും. നിന്നോട് വെള്ളം തരാനാ പറഞ്ഞു. ഞാൻ പണി കഴിഞ്ഞ് വന്ന് കേറിയതേ ഇല്ലു. അരിയിടാൻ വെള്ളം തളിച്ചിട്ടാ. എന്താ എത്ര വൈദ്യുതി? നിങ്ങളല്ലേ എരുതിനെ പോറ്റും പോലെ പോറ്റണ്ടേ? എന്നെ കൊണ്ട് അധികം പയക്കണ്ട, അതാ നല്ലത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ പണിക്ക് പോട്ടാന്ന്. നീ കേട്ടിട്ടില്ലല്ല? എന്നാ പിന്നെ പട്ടിണി കിടന്ന് ചാവല്ലായിരിക്കും. 5-6 മാസമായിട്ട് 1 മണി അരിയെങ്കിലും നിങ്ങൾ ഇങ്ങ് വാങ്ങി വന്നിനാ. ഞാൻ ചലക്കേണ്ട എനിക്ക് ഭ്രാന്തല്ല. ഇതെല്ലാം നിങ്ങൾക്ക് അറിയില്ലൂ, തല്ലാനും കുത്താനും. പാലെ തേനീന്ന് പറഞ്ഞ പിന്നാലെ നടന്നപ്പോ വിശ്വസിച്ചു പോയി. അതെന്നെ എനിക്ക് പറ്റിയ തെറ്റും. അതുകൊണ്ട് എന്നെ തച്ചു കൊന്നപ്പോലും ചോദിക്കാൻ ആരും വരാനില്ലാണ്ടായി. ക്ഷമയ്ക്കൊരു അതിരുണ്ട്. നീ പണിക്ക് പോവാൻ തുടങ്ങിയ മുതൽ തുടങ്ങി നിനക്ക് അഹങ്കാരം. ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, കുടുംബം നോക്കാൻ പഠിക്കണം. നിന്റെ കൈകൊണ്ട് ചാവണം, അതെന്നെ എനിക്കും വേണ്ട. അവസാനിപ്പിക്കേ, ഇതോടെ അവസാനിപ്പിക്കല്ല. ഇനി ഇങ്ങനെ തല്ലിക്കുത്ത് വാങ്ങി ജീവിക്കാൻ കഴിയൂല. ഏതൊക്കെ നരകത്ത് പോയി പൂത്ത ചാവ്. നിന്റെ അരി എത്തിയാലേ ഇനി എനക്ക് കുഞ്ഞിക്ക് സമാധാനം കിട്ടൂലൂ. എടാ, എൻ്റെ കണ്ണേട്ടനാടാ, ഞാനൊന്ന് കാണട്ടെ. എന്ത് നിങ്ങല്ലേടാ? എന്തിനു നിങ്ങല്ലേടാ കൂടി നിൽക്കുന്നത്? എൻ്റെ കണ്ണേട്ടനാടാ. ഏടാ, എൻ്റെ കണ്ണേട്ടനാടാ. നിങ്ങളെല്ലാരും എന്തിനേടാ കൂടി നിൽക്കുന്നത്? എത്ര ചൊടിച്ചാലും എൻ്റെ കണ്ണേട്ടൻ വരാതിക്കൂല. എൻ്റെ കണ്ണേട്ടൻ എവിടെയാ? എവിടെയാ? പേടിക്കണ്ട, ഗൗരീദേവിക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാൻ വ്രതത്തിലാണ്, ആണുങ്ങളെ കാണാൻ പറ്റൂല. ഞങ്ങൾ ബ്രഹ്മചാരികളാണ്, അതുകൊണ്ട് ദൃഷ്ടിയിൽപ്പെടാം, കുഴപ്പമില്ല. സ്വാമികൾ എന്തിനീ രാത്രി നേരത്തെ ഇവിടെ വന്നത്? പറയാം. നിങ്ങൾ വെളിപാട് കിട്ടിയവരാണ്. ജനങ്ങൾ നിങ്ങളെ ദേവിയായി മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതൊരു മഹാഭാഗ്യവും സാധ്യതയുമാണ്. പെരുവണ്ണാനത് മനസ്സിലായിട്ടില്ല. അച്ഛൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് എനക്കും. സൂക്കേട് ഭേദമായി വരുന്നുണ്ട്. ഈ വ്രതവും തേങ്കട്ടിലുള്ള എനിക്കൊരു പ്രാർത്ഥനയാണ്. സൂക്കേടോ? അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ സാക്ഷാൽ ദേവി തന്നെ ആയിത്തീരണം. ദേവിയുടെ കോലം കെട്ടുന്നതിലല്ല കാര്യം. നിങ്ങൾ ജനങ്ങൾക്ക് കാണപ്പെട്ട ദേവിയും അനുഗ്രഹം ചൊരിയുന്ന അമ്മയുമായി തീരണം. എനക്കത് പറ്റൂല. എനിക്ക് സാധാരണക്കാരിയെ ജീവിച്ചാൽ മതി. അവസരം നശിപ്പിക്കരുത്. നിങ്ങൾക്ക് സർവ്വപ്രതാപത്തോടും കൂടി ജീവിക്കാം. ദയവേത് എന്നെ നിങ്ങൾ ശല്യപ്പെടുത്തരുത്. എനക്കങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. നിങ്ങൾ പോണം. മര്യാദയുടെ ഭാഷയിലാണ് ഞങ്ങൾ ഇതുവരെയും സംസാരിച്ചത്. നിങ്ങൾ ഇനിയും അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ എന്റെ മോനെ വിചാരിച്ചിട്ടെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിട്. ഞാൻ എന്റെ സ്ത്രീത്വത്തെ തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് തടസ്സം നിൽക്കരുത്. തർക്കിക്കണ്ട.
നീ ദേവി തന്നെയാണ്. തെയ്യം അതൊരു പൊറാട്ട് നാടകമായി മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ. ഇന്നു മുതൽ നീ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും. നിങ്ങ ഇടുന്ന് പോയാട്ടെ, എനിക്ക് പേടിയാവുന്നു. എന്തിനു പേടിക്കണം? ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതിയല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ നിങ്ങൾ ദേവിയായി ജീവിക്കും, അല്ലെങ്കിൽ വിചിത്രമായൊരു അന്ത്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അസാധാരണമായൊരു മരണത്തിലൂടെ നിന്നെ ഞങ്ങൾ ദേവിയാക്കി സ്വന്തമാക്കും. എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പെട്ടെന്ന് പറ. ഈ സന്ദർശനം രഹസ്യമാണ്. ഒന്നും പറയാനില്ലെങ്കിൽ തീരുമാനങ്ങൾ ഞങ്ങൾ പറയാം. മുമ്പ് തീരുമാനിച്ച പ്രകാരം കൂലോത്ത് തെയ്യം കെട്ടിക്കോളൂ. പക്ഷേ തെയ്യം കെട്ടി തീരുന്നതോടെ നിങ്ങൾ സാക്ഷാൽ ദേവിയാകും. എന്നിട്ട് വെളിപാടായി ഇങ്ങനെ പറയണം: ക്ഷേത്രാവകാശികളെ, ഇനി കൊല്ലാകൊല്ലം കളിയാട്ടം മുടങ്ങാതെ നടത്തണം, ഇല്ലെങ്കിൽ അനർത്ഥങ്ങൾ വിതക്കും ഞാൻ. മാലോകരുടെ രക്ഷയ്ക്കായി അക്കരപ്പറമ്പിലെ ജടപിടിച്ച വടവൃക്ഷച്ചുവട്ടിൽ ഞാൻ എന്നും ഉണ്ടാകും. തെയ്യക്കാരി കോലത്തിന് മുമ്പും പിമ്പും എന്നെ വന്ന് മുഖം കാണിക്കണം. കേട്ടുപോ വൈദങ്ങളെ. ഇങ്ങനെ പറഞ്ഞിറങ്ങണം. അരയാൽ ചുവട്ടിലെത്തിയാലേ നിൽക്കാൻ പാടുള്ളൂ. എന്താ ക്ഷീണം പിടിച്ചുവാ? ക്ഷീണല്ല, കൈപൊള്ളി തോല് പൊട്ടിപ്പോയി. ഭയങ്കര വേദന. എന്താ എന്ത് പറ്റിയേ? കൈ പൊള്ളിയതാന്ന്. സാരമില്ല, അടക്ക്, ഞാൻ ഇപ്പൊ വരാം. അയ്യോ, വെള്ളം തൊടാൻ പാടില്ലെന്ന്. എവിടെയാ പുള്ളിയെ കാണിച്ചേ? ഒന്നും കൂടെ പറ്റിത്തരണ. വേണ്ട. എന്നാ ഞാൻ പോവാ. എന്താ കണ്ണാട്ടത്? കോലന്നെ മാറി തുടങ്ങിയിട്ടുണ്ടല്ലോ. 150 ഉറുപ്പ്യൻ്റെ പണിയെടുത്തിന്, വെറുതെ അല്ല. നീ കുറച്ച് വെള്ളം താ, കയ്യെല്ലാകെ പൊള്ളി. അയ്യോ, വേദനയുണ്ടാ? അതൊക്കെ 2 ദിവസം കൊണ്ട് ശരിയാവും. വേഗം കുളിച്ചിട്ട് വാ, ഞാൻ മരുന്ന് വെച്ചരാലാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടാ. ഇവിടുത്തെ താമസം ഇത്ര ശരിയാവും തോന്നുന്നില്ല. നമുക്ക് താമസം മറ്റിടത്തേക്കെങ്കിലും മാറ്റിയാലോ? എന്താ അങ്ങനെ തോന്നാൻ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മറ്റൊരാളെ അവതാരത്തിൽ കഴിയുന്നതിലും നല്ലത് വാടക കടയും കഴിയുന്നല്ലേ. അതൊക്കെ ശരിയാവും. എൻ്റെ പണിസ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് സർക്കാർ മിച്ചഭൂമിയുണ്ട്. ഒരുപാട് ആളവിടെ വളച്ചു കെട്ടി താമസിക്കുന്നുണ്ട്. നല്ല മണ്ണാന്ന്. കോറിയിൽ സുഹൃത്തുക്കൾ പറഞ്ഞിനി വളച്ചു വെച്ചൊരു കുടില് കെട്ടാൻ. ഓരെല്ലാം വന്ന് സഹായിക്കും. ക്രമേണ സർക്കാർ അത് പതിച്ചു തരാൻ സാധ്യതയുണ്ടോലും.
അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നോക്കണം. സ്വന്തം മണ്ണിലാവുമ്പോൾ കാലർപ്പിച്ച് നിൽക്കാലോ. കുട്ടൻ വന്നിട്ടുണ്ട്. എടാ ഇതല്ലേ എന്റെ അടുത്തുണ്ട്. അമ്മേ മോനെ, ഇവൻ ഒറ്റ വാശിയാ, അതുകൊണ്ട് കൂട്ടിയതാ. തൽക്കാലം കാണണ്ട, അതിന്റെ പേരിൽ വ്രതം തെറ്റിക്കണ്ട. അമ്മേന്റെ സൂക്കേട് മാറിയാ? ഉം, അമ്മ തെയ്യം കെട്ടാൻ പഠിച്ചാ? ഉം. മോന് സുഖം തന്നെയല്ലേ? അമ്മേനെ കാണാനില്ല വിഷമയില്ലു. 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മ വരും. മോനെ കാണാനായിട്ട് അമ്മയ്ക്ക് വിഷമമുണ്ടാ? മോനെ, ഏട്ടാ 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 ആ